രാജ്യ തലസ്ഥാനത്ത് ഒരു വലിയ സംഭവം നടന്നു. തലസ്ഥാനത്ത് മാത്രമല്ല, പഞ്ചാബിലും. ഇനിയിപ്പോൾ അത് ഡൽഹിയിലേക്ക് കൂടി വരാൻ പോകുന്നു എന്നുള്ളതാണ്. എന്തെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ലോട്ടസ് എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തുന്നത്. ആം ആദ്മി പാർട്ടിയിലെ 10 രാജ്യസഭാ എംപിമാരിൽ 7 പേരെ കൊണ്ട് BJP അങ്ങ് പോയി. 10-ൽ 7 പോയി. ഇതോടുകൂടി രാജ്യസഭയിൽ BJPക്ക് ഉണ്ടായിരുന്ന 106 സീറ്റ് 113 സീറ്റായി. പിന്നെ 10 പേരെ കൂടെ കിട്ടിയാൽ 123 ആവും. 123 ആയാൽ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടും. അതും പോയേക്കുന്ന ആരാ? രാഘവ് ചദ്ദ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ ഫേസ് ആയിരുന്നു, അവിടുത്തെ പ്രധാന നേതാവായിരുന്നു. അദ്ദേഹത്തെ അടുത്തിടെയാണ് നീക്കിയത്. രാഘവ് ചദ്ദ പോയ സമയത്ത് രാഘവ് ചദ്ദയ്ക്ക് പകരം പുതിയൊരാളെ ആം ആദ്മി പാർട്ടി ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് അമിത് മിത്തൽ. അവിടുത്തെ ഒരു ചാൻസലറാണ്, ഒരു പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ. ആ മിത്തലിനെ കൊണ്ടും BJP അങ്ങ് പോയി. അപ്പൊ ചുരുക്കത്തിൽ ഒന്നിന് പിന്നാലെ ഒന്നായി 10-ൽ 7 പേരും കൊഴിഞ്ഞു പോയതോടെ ആശങ്കയിലാണ് ആം ആദ്മി പാർട്ടി. രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള MPമാർക്ക് പിന്നാലെ പഞ്ചാബിലെയും ദില്ലിയിലെയും MLAമാരും പാർട്ടി വിടുമോ എന്നാണ് ആശങ്ക. 22 MLAമാരുള്ള ദില്ലിയിൽ 15 പേർ BJPയിൽ ചേർന്നേക്കുമെന്നാണ് അഭ്യൂഹം. പിന്നെ ആ കട അടയ്ക്കാവുന്നതാണ്. കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഉടൻ അടിയന്തര യോഗം ചേരും. യോഗത്തിന് മുന്നോടിയായി കെജ്രിവാളും മനീഷ് സിസോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. BJP ഇടനിലക്കാരനായി പ്രവർത്തിച്ച ചദ്ദ പോകട്ടെ എന്ന നിലപാടെടുക്കുമ്പോഴും MPമാരുമായി അനുനയ ചർച്ചയും നടക്കുന്നുണ്ട്. MPമാർ പാർട്ടി വിട്ടത് കെജ്രിവാളിന്റെ സ്വേച്ഛാധിപത്യത്തിനുള്ള തിരിച്ചടിയാണെന്ന് ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ആരോപിച്ചു. YS അഭിനന്ദനുണ്ട്, സ്വാതി മലിവാൾ അടക്കമാണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ YS അഭിനന്ദിച്ചിരുന്നു. YS അഭിനന്ദിച്ചത് പഞ്ചാബിൽ ഈ 10-ൽ 7 MPമാർ പോയതുകൊണ്ട് മാത്രം നിൽക്കുന്ന മട്ടില്ല. ഇത് MLAമാരിലേക്ക് പടരും. അതിനുശേഷം ഡൽഹിയിൽ തന്നെ ആകെയുള്ള 22-ൽ 15 പേരും പോയാൽ പിന്നെ 7 MLAമാരെ ഡൽഹിയിൽ അവശേഷിക്കൂ ആം ആദ്മി പാർട്ടിക്ക് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ആം ആദ്മി പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് ആയിട്ട് മാറുകയാണോ? ഇനി 1 വർഷം മാത്രമേ ഉള്ളൂ പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. പഞ്ചാബ് രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MPമാർ 7 പേരാണ് ഇന്നലെ രാജിവെച്ചതിനകത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖം നിലപാടുകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം തരംഗമായ രാഘവ് ചദ്ദയെ രാജ്യസഭാ ഉപനേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് പിന്നാലെ തന്നെ ആം ആദ്മി പാർട്ടിയുമായുള്ള പടലപ്പിണക്കം, അങ്ങനെ ഒടുവിൽ 6 MPമാരെയും കൂടി ഒപ്പം ചേർത്ത BJPയിലേക്ക് പോകുകയായിരുന്നു രാഘവ് ചദ്ദ. അശോക് മിത്തലിനെയാണ് രാജ്യസഭാ ഉപനേതാവായിട്ട് പിന്നീട് തീരുമാനിച്ചത്. മിത്തലിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ED റെയ്ഡ് നടന്നിരുന്നു. ED റെയ്ഡിനെ പേടിച്ചാണ് മിത്തൽ അടക്കമുള്ള രാജ്യസഭാ MPമാർ പാർട്ടി വിട്ടത് എന്നാണ് ആം ആദ്മി പാർട്ടി തിരിച്ചടിക്കുന്നത്. എന്തായാലും ഈ MPമാരിൽ കൊണ്ട് തീരുന്നില്ല. പഞ്ചാബിലെ MLAമാരെ അടക്കം അടർത്തിയെടുത്ത് BJPയിലേക്ക് പോയി ഒരു വലിയ BJP തരംഗം അടുത്ത തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് രാഘവ് ചദ്ദയ്ക്കും BJPക്കും ഉള്ളത്. 92 MLAമാരാണ് നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളത്. 117 സീറ്റുകളിൽ 92 MPമാരിൽ 60 പേരെ ഇപ്പോൾ അടർത്തിയെടുത്ത് BJPയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വിട്ടുപോയവരും ഒപ്പം തന്നെ BJPയും നടത്തുന്നത്. ദില്ലിയിലേക്ക് വരികയാണെങ്കിൽ 22 MLAമാരാണ് ഉള്ളത്. അതിനകത്ത് 16 പേരെ പൂർണ്ണമായിട്ടും എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 10 പേരുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിയെന്നും വ്യക്തമാക്കുകയാണ്. ഈ രാഘവ് ചദ്ദയും സ്വാതി മലിവാളുമാണ് BJP നേതൃത്വവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇത്തരത്തിലേക്ക് ഉറപ്പുകൾ അത് BJP ദേശീയ നേതൃത്വത്തിന് നൽകുകയും ചെയ്തത്. രാഘവ് ചദ്ദ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. പക്ഷെ ബാക്കിയുള്ളവരെ അനുനയിപ്പിക്കാനുള്ള സമാന്തര നീക്കം അത് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ മനീഷ് സിസോദിയും ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദില്ലിയിലെ ദേശീയ നേതൃത്വത്തിന്റെ അവര് ഇരിക്കുന്ന ഓഫീസൊക്കെ ഇപ്പോൾ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് MPമാരെ ഹർഭജൻ സിംഗ് അടക്കമുള്ള MPമാരെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കൂടി യഥാർത്ഥത്തിൽ കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പഞ്ചാബ് രാഷ്ട്രീയം എന്താകും, ദേശീയ രാഷ്ട്രീയം എന്താകും ആം ആദ്മി പാർട്ടിയെ സമയത്തോളം എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അരുൺകുമാർ, ഇങ്ങനെ പോയാൽ കട പൂട്ടേണ്ടി വരും, അതാണ് അവസ്ഥ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംഭവം നോക്കൂ. 10 MPമാരിൽ 7 MPമാരും അങ്ങ് പോയി. അതിൽ ഏറ്റവും വലിയ കോമഡി, രാഘവ് ചദ്ദ എന്ന് പറയുന്ന നേതാവ് കുറച്ചു കാലമായിട്ട് ആം ആദ്മി പാർട്ടിയുമായിട്ട് ഉടക്കി നിൽക്കുക. അപ്പോൾ രാഘവ് ചദ്ദ, സ്വാതി മലിവാൾ ഇവർ രണ്ടുപേരും പോകുന്ന ഏറെക്കുറെ ഉറപ്പായിരുന്നു. രാഘവ് ചദ്ദ പോയപ്പോൾ പകരം പുതിയതായിട്ട് ചാർജ് കൊടുത്തു. മിത്തൽ വരൂ, ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. മിത്തൽ പറഞ്ഞു ബൈ ബൈ, ഞാനും പോവുകയാണ്. മിത്തലും പോയി. 10-ൽ 7 പേരും കൂടി BJPക്കൊപ്പം പോയി. ഇനിയിപ്പോൾ ബാക്കിയുള്ള MPമാർ MLAമാരും കൂടി ഡൽഹിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ആരുണ്ടാകും എന്നുള്ളതാണ്. ഇതാണ് BJPയുടെ ഒരു തന്ത്രം, ഓപ്പറേഷൻ ലോട്ടസ്, ചാണക്യതന്ത്രം എന്നൊക്കെ പറയും. കുതിര കച്ചവടം എന്നാണ് പണ്ട് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്.